ലോക്സഭയിൽ ചോദ്യം ചോദിക്കാനായിട്ടോ? അടിയുള്ള വന്നത് എന്റെ ഭാഗ്യം. അയ്യോ എന്നാ? എംപിമാർക്കൊക്കെ ഇപ്പൊ ജനങ്ങളെ പേടിയാ. അവരെന്തിനാ ജനങ്ങളെ പേടിക്കുന്നേ? കോഴ. കോഴിയോ? കോഴി അല്ലടി മുതുകൂസേ, കോഴ. അതായത് ചോദ്യം ചോദിക്കാനായിട്ട് പണം വാങ്ങിച്ച 10-15 എംപിമാരുടെ ജോലി പോയി. ചോദ്യം ചോദിക്കാനായിട്ട് പണമോ? അതന്നെ, അങ്ങനെയൊക്കെ ഇപ്പൊ ഉണ്ട്. ചോദ്യം ചോദിക്കാനായിട്ട് പണം വാങ്ങിച്ച് അതിന് ജോലി പോയവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഇതിനെ എങ്ങനെ നേരിടാം എന്നൊരു ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ കേട്ടത്. എന്തായാലും ജനങ്ങളാണല്ലോ തെരഞ്ഞെടുത്ത് വിട്ടത്. അപ്പൊ ജനങ്ങളും കൂടെ ഇതൊന്ന് കാണട്ടെ. ഷെടാ, ഇങ്ങനെ പോയാ നമ്മൾ എന്തോ ചെയ്യും? പതുക്കെ പറ. തൂണിലും തുരുമ്പിലും ക്യാമറയുള്ള കാലമായത്. പണ്ടൊക്കെ കേട്ടിട്ടുള്ളത് തൂണിലും തുരുമ്പിലും ഈശ്വരനാണെന്നാ. തൂണിലും തുരുമ്പിലും മാത്രമല്ല, ഇപ്പൊ തുണിയുടെ ഇടയിൽ വരെ ക്യാമറയാ. താൻ എന്താടോ ചായയുടെ അളവ് നോക്കാണോ? എന്റെ അന്യ ചായ ഗ്ലാസിനകത്ത് വരെ ക്യാമറ ഒളിപ്പിച്ചു വെക്കുന്ന കാലമാണ്. അതുകൊണ്ടാ എന്തായാലും ഇങ്ങനെ ക്യാമറ കൊണ്ടുവയ്ക്കാൻ തുടങ്ങിയ പാടുപെട്ട് നാട്ടുകാരുടെ കാശ് മുടക്കിച്ച് ഇലക്ഷൻ നിൽക്കുന്നതിന് പകരം വല്ല TV സീരിയൽ അഭിനയിക്കാൻ പോണതായിരിക്കും ഭേദം. അല്ലേലും ശോശാമ ജോർജിന് പറ്റിയ പണി അത് തന്നെ. ഇങ്ങനെ കാണുന്നിടത്തൊക്കെ ക്യാമറ ഒളിപ്പിച്ചു വെച്ചാലേ പുട്ടിയും പൗഡറും വാങ്ങിക്കാനേ കാശ് കേട്ടുള്ളൂ. ചേട്ടാ, പ്രതിപക്ഷ ബഹുമാനമില്ലാതെ സംസാരിക്കരുത് കേട്ടോ. ഓ, പ്രതിപക്ഷ ബഹുമാനമൊക്കെ അങ്ങ് നാട്ടില്. ഇവിടെ ഒരൊറ്റ ഭക്ഷമേ ഉള്ളൂ, ക്യാൻറ്റീൻ ഭക്ഷം. പരിപാടിയില്ലേ? ഇതേ ഉള്ളൂ. ഉഴുന്നുവടയിൽ ക്യാമറ ഉണ്ടോ? അത് തിന്നു നോക്കുമ്പോ അറിയാം. എന്നാ തിന്നുന്നില്ല. ഇവൻ എന്താ നമ്മുടെ അടുത്തൊരു ബഹുമാനം ഇല്ലാത്തത്? അതവൻ മലയാളി ആയിട്ടാ. നമുക്ക് ഈ ക്യാമറയുടെ ശല്യം മാറ്റാൻ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിച്ചേ പറ്റൂ. വളരെ കറക്റ്റ്. ഇല്ലെങ്കിലേ തുള്ളി വെള്ളം പോലും മറ്റുള്ളവരെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കുടിക്കാതെ കറങ്ങിപ്പോകും, കഷ്ടപ്പെട്ടു പോകും. ശോശമ്മ ജോർജിനെ പോലുള്ളവർക്ക് പേടിക്കണ്ട. പുട്ടി ഇടണമെങ്കിൽ നാട്ടിൽ പോയി കോൺട്രാക്ടർമാരുടെ നിന്ന് കാശ് പിരിക്കാം. നമ്മളെ പോലുള്ളവരാ ചുറ്റിപ്പോകുന്ന. നിങ്ങൾ തമ്മിത്തല്ലാതെ എന്തെങ്കിലും ഒരു വഴി ആലോചിക്ക്. വഴി ആലോചിക്കാനൊന്നുമില്ല. പത്രപ്രവർത്തകരെ പൂർണ്ണമായി ഒഴിവാക്കുക. എന്റെ പൊന്ന് സാറന്മാരെ, ഈ പത്രക്കാരെ കൊണ്ട് ശല്യമില്ല. ഈ ക്യാമറയും വെച്ചുകൊണ്ട് ഭിക്ഷക്കാരനായും വേട്ടക്കാരനായും പാൽക്കാരനായിട്ടൊക്കെ വരുന്നവരില്ലേ, ഇവന്മാരെ എങ്ങനെ നമ്മൾ തിരിച്ചറിയുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. വെരി സിമ്പിൾ. ഈ ബാഗ്, സഞ്ചി, തുണിക്കെട്ട്, മുടിക്കെട്ട്, ഇരുമുടിക്കെട്ട് തുടങ്ങിയവയുമായി വരുന്നവരെ ഒഴിവാക്കുക. അവിടെയുണ്ട് വേറൊരു പ്രശ്നം. ഇപ്പൊ ഷർട്ടിലും പാന്റിലും ഒക്കെ ക്യാമറ ഒളിപ്പിച്ച് നടക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി മുതൽ തുണി ഉടുക്കുന്നവരുമായി സംസാരിക്കാൻ പാടില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ കൊള്ളാം. മെമ്പറെ, നാട്ടിൽ തന്നെ നിങ്ങൾക്കെതിരെ ഒരു 15,000 പീഡന കേസുണ്ട്. അതുകൊണ്ടല്ലേ എല്ലാ തെരഞ്ഞെടുപ്പിലും വൻ ഭൂരിപക്ഷത്തോടെ ഞാൻ ജയിക്കുന്നത്. അതുകൊണ്ടല്ലേ അവര് ജയിപ്പിച്ച് ഇങ്ങോട്ട് വിടുന്നത്. നാട്ടിൽ നിർത്താൻ പറ്റത്തില്ല. നമ്മൾ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോ മുഖംമൂടി ധരിക്കുക. എങ്ങനെയുണ്ട്? അതൊരു നല്ല നിർദ്ദേശമാണ്. മുഖം മൂടി വെച്ചാൽ നമ്മളെ ആരും തിരിച്ചറിയില്ലല്ലോ. കാര്യമാണെങ്കിൽ ഇപ്പോഴേ അങ്ങനെയാണല്ലോ. മുടിയെടുത്ത് മുന്നേ കിട്ടാ പോരെ. പിന്നെ ശോശാമയുടെ കാര്യത്തിലും പേടിക്കണ്ട. 1.5 ഇഞ്ച് കന്നത്തിലല്ലേ പുട്ടിയിട്ടിരിക്കുന്നത്. അതിനേക്കാൾ നല്ലത് നമ്മൾ മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ ക്യാമറയിൽ കിട്ടാതിരിക്കാൻ അടച്ചുപൂട്ടൊരു മുറിക്കാതിരുന്നാ പോരെ. ഞാൻ എപ്പോഴും ഈ ചിന്തയുള്ളൂ. എന്ത് കഷ്ടമാ നോക്കി. തുണി കൊടുക്കാതെ എന്റെ കാര്യങ്ങളെ പറയാനുള്ളൂ. ഇതിനെക്കാട്ടി വലിയ പ്രശ്നം അത്. ഇതാ പറയുന്നത് പുസ്തകങ്ങൾ വായിക്കണമെന്ന്. ഒരു പുതിയ തരം കണ്ണാടി ഇറങ്ങി. അത് വാങ്ങി മുഖത്ത് വെച്ചാൽ മുന്നിൽ വന്ന് നിൽക്കുന്നവരെ പിറന്നപടി കാണാൻ പറ്റും. അയ്യോ, അതോളാം. അതാവുമ്പോ റോഡിൽ കൂടെ വെച്ചോണ്ട് പോകാനും ഒരു സുഖമുണ്ട്. തനിക്ക് ഈ ഒരൊറ്റ ചിന്തയുള്ളൂ. കണ്ണാടി വെച്ചാൽ ആരുടെയെങ്കിലും ദേഹത്ത് ക്യാമറ ഒളിപ്പിച്ചിട്ടുണ്ടോ നമുക്ക് കാണാൻ കഴിയും. അല്ല തന്റെ ഇതിനെക്കാട്ടി ഏറ്റവും നല്ലത് നമ്മൾ ആരെയും ഒന്നും വാങ്ങിക്കാതിരിക്കുന്നില്ല. അയ്യോ എന്റെ സാറേ, ഇങ്ങനെ സത്യസന്ധരായാലോ. ഈ കാശൊന്നും വാങ്ങിച്ചില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജനങ്ങളെ സേവിക്കുന്ന? നമുക്ക് ജനങ്ങളെ സേവിക്കാനല്ലേ MP ഫണ്ടുള്ളൂ. അപ്പൊ നമ്മുടെ വീട്ടുകാരെ ആരും സേവിക്കും? എന്റെ പൊന്ന് സാറന്മാരെ, മണി 5 പാർലമെന്റ് പിരിഞ്ഞു. ഈ ക്യാമറയും കോടാലിയൊക്കെ അങ്ങ് പാർലമെന്റിൽ പോയി ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്കല്ലേ പേടിക്കേണ്ടു. പിന്നെ കേരളത്തിൽ നിന്ന് വന്ന് ഇവിടെ പാർലമെന്റിലെ ക്യാൻറ്റീനിലിരുന്ന് പരിപ്പോടെയും ചായയും കുടിക്കുന്ന നിങ്ങളുടെ പറകെ ആരാ ക്യാമറയുമായിട്ട് വരാൻ?